ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളെ എല്ലാവരെയും ദൈവത്തെ കാണാൻ വേണ്ടി വിളിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. ദൈവം നമ്മളെ കാണുന്നുണ്ട്, നമുക്കെല്ലാം അറിയാം. ദൈവത്തെ കാണാൻ നമുക്ക് ആഗ്രഹവുമുണ്ട്, അതും സത്യമാണ്. എന്നാൽ ദൈവത്തെ കാണാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം, ഈയൊരു ചോദ്യവും എല്ലാവരുടെയും മുൻപിലുണ്ട്. ദൈവത്തെ കാണണമെന്നുള്ള വലിയ ഉദ്ദേശത്തോടുകൂടെ ഒത്തിരി നാൾ പ്രാർത്ഥിച്ച ഒരു ദൈവദാസനാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൊന്ന് കാണണമെന്നുള്ള കൊതിയോടെ ഒത്തിരി രാത്രികളിൽ ഉറങ്ങാതെ നേരം കളഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് ഈ ദൈവവചനം കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആലിപ്പഴം വീഴുന്നത് പോലെ ഒരു ദിവസം പെയ്തിറങ്ങുന്നത്. അന്ന് പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യ താക്കോൽ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലം തേടിയതൊക്കെ ഇതിനകത്തുണ്ട്, എടുത്ത് ഉപയോഗിച്ചോളുക. അങ്ങനെ മനസമാധാനത്തോടുകൂടെ ഇത്രയും കാലം ദൈവത്തെ കാണണമെന്നുള്ളതായ ഉദ്ദേശത്തിൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയ എല്ലാത്തരം പ്രവൃത്തികളെയുമൊക്കെ ഓർത്ത് ഇച്ചിരി ലജ്ജയൊക്കെ തോന്നി. പിന്നീട് കർത്താവിൻ്റെ സാമീപ്യത്തിലേക്ക് ഒന്ന് ഈ വചനത്തിൻ്റെ വെളിപ്പാടിനൊത്ത വിധം ചൂടുവെച്ചപ്പോൾ ഒരുപാട് കാലമായി കാണണമെന്ന് ആഗ്രഹിച്ച ദൈവത്തെ നന്നായി കാണാൻ സാധിച്ചു. എങ്ങനെയാണിത് ഒരുങ്ങപ്പെടുന്നത്? പണ്ട് ഒരു മനുഷ്യൻ ദൈവം കടല് പിളർക്കുന്ന കാഴ്ച കണ്ടു. കൊള്ളാം, നന്നായിട്ടുണ്ട്. വലിയ ബാധകളൊക്കെ ദേശത്തിന്മേൽ അയച്ച് ദൈവം തൻ്റെ അതിശയ ശക്തി വെളിപ്പെടുത്തുന്നതും ആ മനുഷ്യൻ നേരിട്ട് കണ്ടു. അതും അദ്ദേഹത്തിന് ഇഷ്ടമായി. ഇതെല്ലാം കണ്ടും കേട്ടും വലിയ വലിയ പ്രവൃത്തികളും അനുഗ്രഹങ്ങളും എല്ലാം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഒരിക്കൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ പലതും നേരിട്ട് കണ്ട ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യൻ, അയാളുടെ പേര് മോശ എന്നാണ്. അദ്ദേഹം ദൈവത്തോടൊരിക്കലൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് അങ്ങയൊന്ന് കാണണം. അപ്പോൾ ചോദ്യം, ഇത്രയും കാലം ദൈവത്തെ കാണാതാണോ ഇതൊക്കെ ചെയ്തേ? ഈ കടലൊക്കെ ഉണങ്ങിയ നിലവായി തീരുന്ന പോലെയുള്ള വലിയ പ്രവൃത്തിയൊക്കെ ദൈവത്തെ നേരിട്ട് കാണുന്നവർക്കല്ലേ നടക്കത്തുള്ളൂ. തെറ്റി, നമ്മുടെ ചിന്ത തെറ്റി. അല്ല, അത്ഭുതങ്ങൾ നടക്കാൻ ദൈവത്തെ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തെ കാണണമെന്നുള്ള ഒരു നിബന്ധനയുമില്ല. ഏറ്റവും വലിയ ദൈവദാസനായി തീരാനും ദൈവത്തെ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏറ്റവും നല്ല പ്രസംഗകനായി തീരാൻ ദൈവത്തെ കാണുകയേ വേണ്ട. അപ്പോൾ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആരാണ് സത്യത്തിൽ അങ്ങനെയുള്ളപ്പോൾ ദൈവത്തെ കാണുന്നത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഒറ്റ വാക്കിൽ ഉത്തരവുണ്ട്, ഹൃദയത്തിൻ്റെ ശുദ്ധി. അതായത് പുറമേയുള്ളതായ എല്ലാത്തരം മാന്യതയുടെ മുഖംമൂടികളുടെയും പുറകിൽ മറഞ്ഞിരിക്കുന്ന ഹൃദയമെന്ന് പറയുന്ന വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും മനോഭാവങ്ങളുടെയും എല്ലാം കേന്ദ്രം എങ്ങനായിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനായിരിക്കുന്നു എന്ന് ഹൃദയങ്ങളെ ആരാഞ്ഞു നോക്കുന്ന ദൈവം പരിശോധിക്കുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തവിധം ബോധിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ മാത്രമേ ദൈവം പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതാ കാര്യം. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ കണ്ടുമുട്ടുക? അതിനെന്ത് ചെയ്യണം? ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞുതരാം. ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തുന്ന പ്രാർത്ഥനകളൊന്നും ലോകത്തിലില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കൂട്ടിയാൽ വെളിപ്പെടുന്ന ഒരു മായാവിയൊന്നും അല്ല ദൈവം. അങ്ങനെ വെളിപ്പെടുത്താൻ കഴിയുന്ന മന്ത്രങ്ങളൊന്നും ബൈബിൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നുമില്ല. ബൈബിൾ ഒരു മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്, നിനക്ക് ദൈവത്തെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം നല്ലതായിരിക്കണം എന്നതാണ്. ഹൃദയം നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ചെയ്തികളിലും ചിന്തകളിലും ഓരോ തീരുമാനങ്ങളിലും നിങ്ങളുടെ മനസാക്ഷിക്ക് കേടുണ്ടാക്കുന്നതൊന്നും ചെയ്യാതെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ വളരെ നൈർമല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദൈവം അവതരിക്കുമെന്ന് ഇത് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നു ഈ വചനം. നമ്മൾ ആരും കാണുന്നില്ല എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിട്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നല്ലവനായിട്ട് ജീവിക്കാൻ വളരെ പ്രയാസവുമാണ്. നമ്മുടെ ശത്രു നമ്മളെ ചതിച്ചതിനേക്കാൾ അപകടകരമാണ് നമ്മുടെ മനസ്സ് നമ്മളെ ചതിക്കുന്നത്. പലപ്പോഴും നമുക്ക് പലരോടും വെറുപ്പൊക്കെ ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ. അങ്ങനെ വെറുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളെ വെറുത്തുകൊണ്ട്
നമുക്ക് അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. സപ്പോസ് എനിക്ക് എക്സ് എന്ന് പറയുന്ന ഒരാളോട് വെറുപ്പുണ്ടെന്ന് വെച്ചു, എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് ഈ എക്സിനോടുള്ള വെറുപ്പ് വെച്ചുകൊണ്ടായിരിക്കുന്നത്. നോ, എൻ്റെ വെറുപ്പ് നിമിത്തം ആ വ്യക്തിക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. പക്ഷേ നമ്മളുടെ മനസ്സിൻ്റെ സമാധാനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വയം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വഞ്ചിച്ചിട്ട് പോയ ഒരാളെ ഓർത്ത് നമ്മുടെ മൈൻഡ് എന്നും കിടന്ന് കത്തുന്നുണ്ടെങ്കിൽ അയാൾ പോയിട്ടും നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം അയാളുടെ കയ്യിൽ തന്നെയാണെന്നുള്ളത് അതൊക്കെ പറയുന്നത്. എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഹൃദയം ശുദ്ധമാകുന്നില്ല. ഒരാളുടെ വീഴ്ച രഹസ്യമായിട്ട് ആഗ്രഹിക്കാതിരിക്കുന്നിടത്താണ് മനസ്സിൻ്റെ യാഥാർത്ഥമായ ശുദ്ധി വെളിപ്പെടുന്നത്. പലപ്പോഴും അസൂയകൾ മനസ്സിനെ അലങ്കോലപ്പെടുത്തും. മറ്റൊരാളുടെ വളർച്ച നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം ആ വ്യക്തിയുടെ വളർച്ചയല്ല, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നൊരു യുദ്ധമാണ്. പൈസ വരുമ്പോഴും പൈസ പോകുമ്പോഴും ചിലരുടെ മനസ്സിൻ്റെ നിയന്ത്രണം പോകും. പലപ്പോഴും ക്യാഷ് പോക്കറ്റിലോ അക്കൗണ്ടിലോ പേഴ്സിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സഹായിക്കും. എന്നാൽ പണം നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയിരുന്നാൽ അത് നിങ്ങളെ ഭരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. പദവികളുടെ പേരിൽ പലപ്പോഴും ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. സ്ഥാനമാനങ്ങളോ ജീവിതത്തിൻ്റെ ഒരു കരയ്ക്കെത്താതെ നിൽക്കുന്ന ഒരു പരിശ്രമത്തിൻ്റെ നേരത്തോ ഒക്കെ വളരെ വിനയാന്വിതരായി നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് ധാരാളം കാണാൻ പറ്റും. എന്നാൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയ ശേഷവും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പഴയ മനുഷ്യരോട് അതുപോലെ തന്നെ ഇടപെടാനും സ്നേഹിക്കാനും കഴിയുന്ന വ്യക്തികളാണ് യഥാർത്ഥ ഹൃദയശുദ്ധിയുള്ളവർ. പലപ്പോഴും നമ്മളെ ഏതെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ സ്നേഹിക്കുന്നവരെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരെക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാത്തപ്പോഴും സ്നേഹിക്കുന്നവരെ നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞൊരു വാക്ക് അവിടെയും നമ്മൾ ഓർക്കണം. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് സഹോദരൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോവുക. പലപ്പോഴും ഹൃദയത്തിലെ മാലിന്യം കാണാൻ സമയം കണ്ടെത്താത്തത് ഒരു വലിയ പരാജയം തന്നെയാണ്. നമ്മളെ ഒരാൾ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്തു എന്ന് കരുതുക. അയാളെ തിരിച്ചും അപമാനിക്കാൻ കഴിയുമ്പോൾ അപമാനിക്കാതിരിക്കുന്നത് തോൽവിയല്ല, അത് നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോൽ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മളെ ദ്രോഹിച്ചൊരുത്തിനൊരു പണി കൊടുക്കാൻ നല്ലൊരു ഗോൾഡൻ ചാൻസ് കിട്ടി, ഞാനതിന് തയ്യാറാകുന്നില്ല എന്നുള്ള നിങ്ങളുടെ ആ തീരുമാനമാണ് നിങ്ങളുടെ ഹൃദയശുദ്ധിയുടെ തെളിവെന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതയാത്രയിൽ നമുക്ക് എന്ത് കിട്ടി എന്നതല്ല നമ്മളെ വെളിപ്പെടുത്തുന്നത്. നമുക്ക് പലതും കിട്ടിയ ശേഷവും മാനസികമായി നമ്മൾ ആരായിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഹൃദയശുദ്ധിയുടെ തെളിവായി നിലകൊള്ളുന്നത്. നമ്മളെക്കാൾ താഴ്മ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം എത്താത്ത ഒരാളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ യാഥാർത്ഥ നിലവാരം നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയും. നമ്മളെ ആരും പ്രശംസിക്കാത്ത ദിവസവും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വലിയ പ്രശംസ കിട്ടുന്ന ദിവസത്തിൽ എന്നതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മ ഒരഭിനയമല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ മിടുക്കനാകാൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളുടെ മുമ്പിൽ ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനസ്സിപ്പോഴും കുഞ്ഞുവാവ തന്നെയാണ്. എല്ലാവരുടെയും രഹസ്യം അറിയാനുള്ളതായ ഒരു വ്യഗ്രതയേക്കാൾ ഉപരിയായി അറിഞ്ഞ രഹസ്യങ്ങൾ ആയുധമാക്കാതിരിക്കുന്നതും ജ്ഞാനം തന്നെയാണ്. ഒരാളെക്കുറിച്ച് നിങ്ങൾക്കൊരു വീക്ക് പോയിന്റ് മനസ്സിലായി, അത് വെച്ച് അവരെ ചൂഷണം ചെയ്യാതെയും അത് വെച്ച് അവരുടെ ഒരു വൈകാരിക സമ്മർദ്ദത്തിൻ്റെ പേരിൽ അവരെ ടോർച്ചർ ചെയ്യാതെയും ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എല്ലാ എവിഡൻസുകളും കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട എന്ന് വെച്ച് നിങ്ങളത് മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു നൈർമല്യതയുടെ ഭാഗമാണ്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം വൃത്തിയായാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ പ്രശ്നങ്ങളുടെ നടുവിലും ഇതുവരെ കാണാത്ത പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹൃദയ നൈർമല്യതയുടെ പരിണിത ഫലം ജീവിതത്തിൽ അവർക്ക് എന്ത് കണ്ടെത്താൻ കഴിയുമെന്നതിൻ്റെ ഉത്തരം, അവരെന്താണ് പുതുതായി കാണാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ബൈബിൾ പറയുന്നത്. ബുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ബൈബിൾ പറഞ്ഞില്ല. ശക്തരായവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞില്ല. പണമുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞില്ല. വലിയ അഭിഷേകമുള്ളവർ ദൈവത്തെ കാണുമെന്നും ബൈബിൾ പറഞ്ഞില്ല. പക്ഷേ ഹൃദയ ശുദ്ധിയുള്ളവർ അവർ ദൈവത്തെ കാണുമെന്ന് യേശു വ്യക്തമായി പറഞ്ഞു. മനുഷ്യരുടെ മുമ്പിൽ മുഖം വൃത്തിയായി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ല മാന്യത കിട്ടും. പക്ഷേ ആരും കാണാത്തപ്പോഴും നിങ്ങളുടെ ഹൃദയം വൃത്തിയായി സൂക്ഷിച്ചാൽ മറ്റുള്ളവർ കാണാതെ പോകുന്ന ദൈവത്തിൻ്റെ കൈ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. ഒരുപാട് ദൈവത്താൽ പ്രയോജനപ്പെടുന്ന മനുഷ്യന്മാരാണ് ദൈവത്തെ കണ്ടിരിക്കുന്നത്. പുരോഹിത വൃന്ദങ്ങളും പാസ്റ്റർമാരുമൊക്കെയാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ കണ്ടെടുത്ത് നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തെറ്റിപ്പോയി. പലപ്പോഴും എല്ലാവരും അറിയുന്ന വലിയ വലിയ ശുശ്രൂഷകരെക്കാൾ ആരും അറിയാതെ സ്വന്തം ജീവിതത്തിൻ്റെ മനസാക്ഷിയിൽ ഒരു ചെറിയ കരട് വലിപ്പത്തിൽ പോലും കറ പുരളാൻ അനുവദിക്കാതെ എന്നെ ദൈവം കാണുന്നുണ്ട് എന്നുള്ളതായ ദൈവഭയത്തിൽ
ശ്രദ്ധയോടും ജാഗ്രതയോടും വിനയാന്വിതനായി ഓരോ ദിവസവും മുന്നോട്ടേക്ക് തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന കുറേ മനുഷ്യർ ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ അവരുടെ പേരോ നാളോ അവരുടെ മേൽവിലാസമോ ഒന്നും ആരും അറിയണമെന്നില്ല. ഒരു പഞ്ചായത്തിൻ്റെ പുറത്തേക്ക് പോലും അവർ പ്രസിദ്ധരാകണമെന്നില്ല. തങ്ങൾ ജീവിക്കുന്ന ചെറിയൊരു അയൽ ചുറ്റുപാടുകളുടെ നടുവിൽ മാത്രം തങ്ങളുടെ മേൽവിലാസങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായി അന്നത്തെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് തുടരുന്ന ലളിത ജീവിതത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന സാധാരണക്കാരായ കുറേ കുഞ്ഞു മനുഷ്യർ തങ്ങളുടെ മനസാക്ഷിയെ ദൈവസന്നിധിയിലെ ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമായി കരുതിക്കൊണ്ട് നടക്കുന്ന കുറേ നല്ല മനുഷ്യർ, നിശ്ചയമായും അവരെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങളുടെ ജീവിതമുണ്ട്. ഈ ഭൂമി അതിൻ്റെ നന്മകളാൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളിവിടെ ഉള്ളതുകൊണ്ടാണ്. പ്രശ്നങ്ങളോ പോരായ്മകളോ ഒക്കെ ഏറെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഈ വലിയ സമ്പത്ത്, ഹൃദയശുദ്ധി, അത് വിട്ടുകളയരുത്. ഈ ഹൃദയശുദ്ധി ഇങ്ങനെ മുറുകെ പിടിച്ചതുകൊണ്ട് എന്ത് കിട്ടി? ഇച്ചിരി കള്ളവും കാപട്യവും ഒക്കെ ഉള്ളവരൊക്കെ നേടിപ്പോയപ്പം ഒന്നും ആകാൻ കഴിയാതെ പോയതല്ലേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ചിലപ്പോൾ കാണത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു പ്രതിഫലം ഒരിടത്തുണ്ട്. കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയോ പുഴുവും തുരുമും കെടുക്കുകയോ ചെയ്യാത്ത ഒരിടത്ത് നിങ്ങളുടെ പേരിൽ വലിയത് നിങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നെനിക്കറിയാം, ദൈവത്തെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ദൈവം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകല് നിന്റെ മനസാക്ഷിക്ക് കേടുവരുത്തുന്ന ഒന്നും ചെയ്യാതെ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായ ആ നൈർമല്യതയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ കാണുന്നുണ്ട്. പല കാര്യങ്ങളുടെ മുമ്പിലും വലിയ ലാഭങ്ങൾ പോലും വിട്ടുകളഞ്ഞതിൻ്റെ പുറകിൽ ദൈവമെന്നെ കാണുന്നുണ്ട്. ഇതൊന്നും നന്മയോ നല്ലതോ അല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളതായി തിരിച്ചറിവോടുകൂടെ മെച്ചപ്പെട്ട പലതും വിട്ടുകളഞ്ഞതിനാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം, കർത്താവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും എന്നതാണ്. ഇങ്ങനെ നല്ല മനുഷ്യന്മാരായി ഭൂമിയിൽ ജീവിച്ചതിനാൽ എന്ത് ഗുണമുണ്ടാകും എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ പ്രസംഗിക്കുന്ന ഈ തിരുവെഴുത്തിനെ തൊട്ടുകൊണ്ട് ഞാൻ പറയാം. നിന്റെ സന്തതി ഗതി പിടിക്കും, നിന്റെ തലമുറ മുടിഞ്ഞു പോകാതെ ഉന്നതി പ്രാപിക്കും. അതിനെന്ത് ദോഷങ്ങളോ എന്ത് കുറവുകളോ ഇന്നുണ്ടെങ്കിലും നീ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും കൊടുക്കാനുള്ളതായ യാതൊരു ജീവിത ചുറ്റുപാടുകളോ സന്നാഹങ്ങളോ കുഞ്ഞെ നിനക്കില്ല എങ്കിൽ പോലും നീ പെറ്റു വളർത്തുന്ന നിന്റെ തലമുറ ദൈവം പണിയുന്ന കിരീടത്തിൻ്റെ അവകാശികളായി മാറുന്നത് നിങ്ങൾ ഒരു നാൾ കാണും. എനിക്കറിയാം, ഒരുപക്ഷെ മേത്തരമായത് ധരിക്കാനില്ലാതെയും ആഡംബരപൂർണമായ നിലയിൽ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും കാണിക്കാനില്ലാതെയും സ്വയം ജീവിതത്തിൽ ചെറുതായി പോയതിൻ്റെ പേരിൽ ഒരു പരിഭവവുമില്ലാതെ ദൈവസന്നിധിയിൽ നിർമ്മല്യമുള്ളതായ ഹൃദയത്തെ മാത്രം കാത്തു സൂക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ അരികിലേക്കാണ് കർത്താവ് ഇറങ്ങി വന്ന് ഇപ്പോൾ ഈ ആലോചന കൈമാറുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവേ, അങ്ങയുടെ ആലോചനയും അങ്ങിന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകുന്ന വിലപ്പെട്ട ഈ ശബ്ദവും കാപട്യമില്ലാത്തൊരു ജീവിതം ജീവിക്കുവാൻ, കളങ്കമില്ലാത്തൊരു ജീവിതം മുന്നോട്ടേക്ക് നയിക്കുവാൻ, കച്ചവട താല്പര്യങ്ങളില്ലാത്ത ഒരു നല്ല മനസ്സാക്ഷിയെ കെട്ടിപ്പടുക്കുവാനും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ നിയോഗമാണ് ഇന്ന് കേൾക്കുന്ന വചനദൂത്. ദുരുപായം പ്രയോഗിക്കുന്നവരെയും തെറ്റായ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും കാണുമ്പോൾ വേഗത്തിൽ കാര്യം സാധിക്കുന്ന അവരെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവനായി കാത്തിരിക്കുക എന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നു. ഒന്നെനിക്കറിയാം യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നൈർമല്യമുള്ള ഹൃദയം മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അങ്ങയുടെ പ്രസാദം നിറഞ്ഞ തിരുമുഖത്തിൻ്റെ മഹാദർശനത്തിൻ്റെ അനുഗ്രഹമാണ്. ആ സന്തോഷം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. അങ്ങയുടെ പൊന്നോമനകളെല്ലാം ഇന്ന് അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ. ഏത് ആവശ്യം അവരുടെ കൺമുമ്പിലുണ്ടെങ്കിലും അത് സഫലമാവട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ ഈ ദൂത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളത് താഴെ ഒരു കമൻ്റായി രേഖപ്പെടുത്തണം. ഈ വരുന്ന ശനിയാഴ്ച അനുഗ്രഹീതമായൊരു ഡെലിവറൻസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. 30 പേർക്ക് അതിൽ പ്രവേശനം നൽകുന്നുള്ളൂ. ഒരുപാട് പേരെ അതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാലാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതിശക്തമായിരിക്കുന്ന മുന്നേറ്റങ്ങൾക്ക് നിങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളെ ആ കാര്യത്തിൽ ആത്മീകമായി സജ്ജരാക്കി തീർക്കാനുള്ള ദൈവിക രഹസ്യങ്ങളും വിടുതലിൻ്റെ രൂപരേഖകളും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുന്ന ആത്മീക ശുശ്രൂഷകളെക്കുറിച്ചുള്ള അവബോധങ്ങളുമൊക്കെയാണ് ഈ സെമിനാറിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളുടെ പേര് മുൻകൂർ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. അടുത്ത അധ്യായത്തിൽ നമുക്ക് പിന്നെയും കാണാം. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച ദിവസം കോട്ടയത്തും എറണാകുളത്തും നമുക്ക് ആത്മീക ആരാധനയുണ്ട്. രാവിലെ 8:30 മുതൽ 11:30 വരെ കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലും, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലും ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു. നിങ്ങൾ വന്നതിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.